നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ബിന്ദു സുന്ദറിനെതിരെ ഉയരുന്നത് ഗുരുതരമായ ആരോപണങ്ങളാണ്. രോഗികളിൽ നിന്ന് കൈക്കൂലിയായി പണം കൈപ്പറ്റിയിരുന്നുവെന്ന ആക്ഷേപവും ഇതിനകം പുറത്തുവന്നിട്ടുണ്ട്. പ്രസവ വേദനയുമായി സഹായം അഭ്യർത്ഥിച്ചെത്തിയ യുവതിയോട് മോശമായി പെരുമാറിയെന്നും പരാതി. ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ബിന്ദു സുന്ദറിനെ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ചികിത്സാ പിഴവ് മാത്രമല്ല ഡോക്ടർ ബിന്ദു സുന്ദറിനെതിരെ ഉയരുന്ന ആരോപണം. ചികിത്സയ്ക്കായി എത്തുന്ന രോഗികളിൽ നിന്നും കൈക്കൂലിയായി പണം ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസം മരിച്ച പാലോട് സ്വദേശി നിരഞ്ജനയുടെ ചികിത്സയിലും പണം വാങ്ങിയതായി പിതാവ് ബിനിൽ പറഞ്ഞു. ഞാൻ 5000 രൂപ കൊടുത്തിട്ടുണ്ട്. ആവശ്യപ്പെട്ടിട്ടുണ്ട് കൊടുത്തത്. ഇപ്പം പ്രസവം നടക്കും. 12 മണിന്ന് പറഞ്ഞവരാണ് പെട്ടെന്ന് ആംബുലൻസിൽ ഓട്ടിച്ചുകൊണ്ട് അവിടെ കയറ്റിയിട്ട് ചെന്ന് കയറുന്ന മുമ്പേ പ്രസവം കഴിഞ്ഞു. എൻ്റെ മാമിയുടെ തുണിയും മാറ്റി പ്രസവം കഴിഞ്ഞ് ഡീസൻ്റായി. ഡോക്ടർക്കെതിരെ ആരോപണവുമായി കൂടുതൽ പേർ ഇന്ന് രംഗത്തെത്തി. പ്രസവ വേദനയുമായി സഹായം അഭ്യർത്ഥിച്ചെത്തിയ യുവതിയോട് മോശമായി പെരുമാറിയെന്നും ലേബർ റൂമിലേക്ക് മാറ്റാത്തതിനാൽ വാർഡിൽ തന്നെ പ്രസവിക്കേണ്ടി വന്നതായും നെടുമങ്ങാട് സ്വദേശി സൽമാൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. എൻ്റെ വൈഫ് വേദന വന്ന് പ്രസവിക്കാൻ സമയത്ത് ഡോക്ടർമാരെയൊക്കെ കൈ കാണിച്ച് വിളിക്കുകയും ഡോക്ടറെ ഈ പ്രസവ വേദന വരുന്നുണ്ട് എന്നൊന്ന് നോക്കുമെന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും പേഷ്യൻ്റ് അല്ലാത്തതിൻ്റെ പേരിൽ പുച്ഛത്തിൽ അപമാനിച്ച് തല തിരിച്ചിറങ്ങി പോവുകയുണ്ടായി. ആ ഒരു സാഹചര്യത്തിൽ ആ വാർഡിൽ പ്രസവിച്ച് എൻ്റെ അമ്മ ചെന്ന് നോക്കുന്ന സമയത്ത് കൊച്ചും തള്ളയും പുറത്ത് കിടക്കും. ബിന്ദു സുന്ദറിനെതിരെ DMOയ്ക്ക് മുൻപും സമാന പരാതികൾ ലഭിച്ചതായി ആരോഗ്യവകുപ്പ് ഡയറക്ടറും സ്ഥിരീകരിച്ചിട്ടുണ്ട്. കുട്ടിയുടെ മരണം ചികിത്സാ പിഴവ് മൂലമാണെന്ന് ആരോപിച്ച് ഇന്നലെ മുതൽ ആശുപത്രിയിൽ ആരംഭിച്ച പ്രതിഷേധം തുടരുകയാണ്. വിശദ പരിശോധനയ്ക്കായി എത്തിയ മെഡിക്കൽ കോളേജിൽ നിന്നുള്ള വിദഗ്ധ സംഘത്തെ ആശുപത്രിക്ക് മുന്നിൽ നാട്ടുകാർ തടഞ്ഞു. പിന്നീട് പോലീസ് സംരക്ഷണത്തിലാണ് ഇവർ അകത്തേക്ക് പ്രവേശിച്ചതും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നാളെ രാവിലെയാണ് കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം. മരണത്തിൽ വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.